നമസ്കാരം. മാർച്ച് 14 മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് തൻ്റേതായ നിരവധി സംഭാവനകൾ നൽകി നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ദേവരാജൻ മാഷിൻ്റെ ഓർമ്മ ദിനമാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം തികയുന്നു. ഈ ദിവസം നമ്മോടൊപ്പം അദ്ദേഹത്തിനൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ സഹായിയായി നിരവധി വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പ്രദീപ് ഗോമസ് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രദീപേട്ടൻ പറയുമ്പോൾ ദേവരാജ മാഷിനൊപ്പം പ്രവർത്തിച്ചു എന്നത് മാത്രമല്ല, പാദമുദ്ര, രാജശില്പി, ഇളമുറത്തമ്പുരാൻ, പവിയേട്ടൻ്റെ മധുരച്ചൂരിൽ തുടങ്ങി നിരവധി സിനിമകളുടെ സഹസംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ദേവരാജ മാഷ് ഒത്തുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനായി സ്വാഗതം ചെയ്യാം പ്രദീപ് ഗോമസിനെ, പ്രദീപേട്ടനെ. നമസ്കാരം പ്രദീപേട്ടൻ. നമസ്കാരം. ശരിക്കും വലിയ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ ഞാനും ആ ഭാഗ്യത്തിൻ്റെ ഉടമയാണ്. കാരണം അങ്ങനെയൊപ്പം ഇരിക്കാൻ കഴിയുന്നു, സംസാരങ്ങൾ, വിശേഷങ്ങൾ പങ്കിടാൻ കഴിയുന്നു. നമ്മൾ തമ്മിലുള്ള സൗഹൃദം ദീർഘനാളായി ഉണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ഓർക്കുന്ന ഒരു കാര്യം, വയലാർ ദേവരാജൻ മാഷിൻ്റെ കൂട്ടുകെട്ട് മലയാള ചലച്ചിത്ര ഗാന രംഗത്തെ ഒരു സുവർണ കാലഘട്ടമാണ്. ആ സമയത്ത് അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയുക, അല്ലെ അവരുടെ ചുറ്റുവട്ടത്തു നിന്ന് അത്തരം അവർക്കൊപ്പം എന്ന് പറയാനില്ല. വയലാറിൻ്റെ മരണശേഷമാണ് 84 മാഷെടുത്ത് ഞാൻ ചെല്ലുന്നത്. അത് ചെല്ലുന്നതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ഗുരുവായൂർ ദേവരാജൻ മാഷിൻ്റെ അച്ഛൻ. അപ്പോൾ കിടക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാഷിൻ്റെ അച്ഛൻ ഗോവിന്ദൻ ആശാൻ, അദ്ദേഹം വലിയ മൃദംഗിസ്റ്റാണ്. അപ്പോൾ കിടക്കാവൂർ കേശവൻ ഭാഗവതർ എന്ന് പറഞ്ഞ വലിയൊരു ഭാഗവതർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ശേഷകാരനായിട്ട് ഒരു ബ്രഹ്മാനന്ദൻ, ഒരു സംഗീത കുടുംബമാണ് ശ്രീകാന്ത്. അങ്ങനെ തൊട്ടുള്ളൊരു ബന്ധമുള്ള ദേവരാജൻ മാഷുണ്ട്. പലരും ഇങ്ങനെ മാഷിൻ്റെ അടുത്ത് എങ്ങനെ ഇത്രയും ബന്ധമായി എന്ന് ചോദിക്കുന്നത്, മാഷടുത്ത് അടുത്ത് ചെല്ലാൻ വലിയ പാടാണ്. പ്രതിഭയുടെ അച്ഛൻ്റെ കാലഘട്ടം മുതലേ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഉണ്ട്. അങ്ങനെയാണ് ശരിക്കും പ്രതിഭയുടെ കുടുംബം. ഞങ്ങൾ കറക്റ്റായിട്ട് പറയണമെങ്കിൽ വർക്കല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിനടുത്ത് അകത്തുമുറി വെന്നിക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. അവിടെയാണ് ഞങ്ങളുടെ കുടുംബം. ദേവരാജൻ മാഷ് കൊല്ലം പരവൂര്. അപ്പോൾ ഈ വർക്കല ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ. കടക്കാവൂരാണ് മാഷിൻ്റെ അച്ഛൻ കേശവൻ ബാബുരുടെ മൃദംഗിസ്റ്റായിരുന്നു. ഇപ്പോൾ ദേവരാജൻ മാഷൊപ്പം ഉണ്ടായിരുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ മാസികകളൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള അറിവാണ്, ഭയങ്കര കർക്കശക്കാരനായിരുന്നു, ഭയങ്കര മുൻഷൂ. അതെ, കർക്കശക്കാരനാണ്. സംഗീതത്തിൻ്റെ കാര്യത്തിൽ അത് മുഖത്ത് നോക്കി പറയും. അങ്ങനെ പ്രത്യേകിച്ച് ആരുടെ ഒരു ഇതുമില്ല. ഇപ്പോൾ ഒരാൾ പാടാൻ വരികയാണ്, നിൻ്റെ പാട്ട് പോരാ. അത് പക്ഷേ അയാൾ വന്ന് പറയണം, മാഷ് എനിക്കൊരു കുഞ്ഞിൻ്റെ ഒരു കല്യാണം വരണം എന്ന് പറഞ്ഞാൽ മാഷ് വരും. അതാണ് ദേവരാജൻ മാഷ്. കാര്യം മനസ്സിൽ വലിയ മനസ്സുണ്ട്. സംഗീതത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അദ്ദേഹമൊത്തുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ കമ്പോസിങ്ങിൻ്റെ വേളയിലൊക്കെ കമ്പോസിങ്ങായിട്ട് മാഷ് ആരും കാണിക്കാറില്ല. എനിക്കറിയാവുന്നതില്ല. ഞാൻ ഒരുപാട് ബന്ധപ്പെട്ടതിൽ ഇപ്പോൾ പുലരിത്തു മഞ്ഞ് തുള്ളിയിൽ, അത് പ്രശസ്ത നടൻ ഭരത് ഗോപി അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടം. ആ കാവല നാരായണ പിണിക്കറി വരി എഴുതിയിട്ട് മാഷ് ഇങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുക. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് താഴെ ഇരിക്കും. മാഷ് ഇങ്ങനെ നോട്ട്സ് സ്വരങ്ങളാണ് മാഷ് പറയുന്നത്. അല്ലാതെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പെട്ടിയെടുത്ത് വെച്ചിട്ട് പേന വെച്ച് എഴുതുകയല്ല, അല്ലെങ്കിൽ നൊട്ടേഷൻ എഴുതൽ. സ്വരങ്ങളിലിങ്ങനെ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് നമ്മളൊരു വലിയ ഹാളുണ്ട് കലമാനങ്ങൾ താമസം. അപ്പോൾ അവിടെ വെച്ചെന്നുള്ള മാഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് തുടങ്ങും. അത് കറക്റ്റായിരിക്കും. അതാണ് ദേവരാജൻ മാഷ്. അതുകൊണ്ടാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. അതെ. അതുപോലെ അറിയാൻ കൗതുകമുള്ള ഒരു കാര്യം, പലപ്പോഴും സംഗീതത്തെക്കുറിച്ച് അറിയാവുന്ന ചില സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, താഴെ എന്ന് പറയുമ്പം താഴെയും അങ്ങ് വാനിൽ എന്നൊക്കെ പറയും. അങ്ങനെ ഉച്ചസ്ഥായിലേക്ക് പോകുന്ന ഈ ഭാഷയുടെ അർത്ഥം പറഞ്ഞു, വരികളുടെ അർത്ഥം പറഞ്ഞു മാഷ് സംഗീതത്തിൽ കാണിക്കുന്ന ഗിമ്മിക്സ് എന്ന് പറയില്ല, അത് കറക്റ്റാണ്. ഇപ്പം ആഴി അലയാഴി എന്ന് പറഞ്ഞ പാട്ട്. അപ്പം ആഴി എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് ഉള്ളൊരു സാധനമാണ്. ആഴി അലയാഴി അപാരത, ഇങ്ങനെയാണ് മാഷ് കേൾക്കുന്നത്. പിന്നെ ഉദാഹരണം ഭാരം എന്ന് പറഞ്ഞ വാക്ക്, ഭാരം എന്ന് പറയുന്നതും ഭാരം എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. നമുക്ക് മനുഷ്യനൊരു ഫീൽ കിട്ടും. അപ്പോഴേ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം പുലരിത്തു മഞ്ഞ് തുള്ളിയിൽ, പുലരിത്തു മഞ്ഞ് തുള്ളി, തുള്ളി ഒരു സ്പോട്ടാണ്. തുള്ളിയിൽ പുഞ്ചിരി, പുഞ്ചിരിക്കുന്ന അങ്ങനെ അങ്ങനെയല്ലേ പുഞ്ചിരി, അതാണ് സംഗീതത്തിൻ്റെ പ്രത്യേകത. പുഞ്ചിരിട്ടു പ്രപഞ്ചം വൈഡാണ്, ഇൻഫൈനറ്റാണ്. അപ്പോൾ അത് പ്രപഞ്ചം ഇങ്ങനെ എന്നിട്ട് ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു. ആ വാക്കിൻ്റെ അർത്ഥം അനുസരിച്ചാണ്. പിന്നെ മാഷിൻ്റെ ഒരു സംഗീതത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്നുള്ളത്,
മാഷിൻ്റെ സംഗീതം കോൺക്രീറ്റ് ആണ്. നമ്മളൊരു സാധനം വരച്ച് വെച്ച് അതൊന്ന് മാറ്റി നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് ഏത് പാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭക്തിഗാനം, പിന്നെ ക്ലാസിക്കൽ സംഗീതം, പിന്നെ നാടൻ പാട്ട്, ഇതിലെല്ലാം മാഷ് ഉപയോഗിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥത്തിനുള്ള സംഗീതമാണ്. അതെ, മാഷിനെ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള തബലിസ്റ്റ് അടക്കമുള്ള ആൾക്കാരുടെ പഴയ ഇന്റർവ്യൂ കാണുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മാഷ് ഒരു വര വരച്ചാൽ അത് ഫിക്സ് ചെയ്ത ഒരു സംഭവം തന്നെയാണ്. ഒരു ഗായകൻ വന്നിട്ട് കൂടുതൽ ഇംപ്രൂവൈസേഷൻ ഇല്ല, ശബ്ദം കൊടുക്കുക എന്നുള്ളത്. അപ്പുറം മാഷ് അതിന്റെ ആവശ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കേട്ടു. അതല്ല ഇപ്പൊ ഈ പാട്ട് തന്നെ ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞാല് പുലരിത്തു മഞ്ഞുൻ പുലരിത്തു, അത് പുലരി എന്ന് പാടിയ വൃത്തിയാണ്. പുലരിത്തു മഞ്ഞ് അങ്ങനെ വൃത്തിയാണ്. ഇംപ്രൂവൈസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം വെച്ചാൽ ഇത് കറക്റ്റ്. ഇപ്പൊ ചക്രവർത്തിനി നിനക്ക് നിനക്ക്, അത് ചക്രവർത്തിനി നിനക്ക് എന്ന് പാടാൻ ഒക്കത്തില്ല. പാടിയ വൃത്തികേടായിരിക്കും. അവിടെയാണ് ഈ മാഷിൻ്റെ ഗ്രേറ്റ്നെസ്. മാഷുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ ഞാൻ പണ്ട് പ്രദീപേട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അടുത്തുള്ള സാംസ്കാരിക സംഘടനയുടെയൊക്കെ പരിപാടികൾ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവരായ മാഷുമായിട്ട് ബന്ധമുള്ള ആളാണ്. അന്ന് കല്യാണത്തിന് മാഷ് വന്നിരുന്നു, ഇവിടെ വന്നിരുന്നു. അതൊരു വലിയ അനുഭവം. ആൾക്കാരൊക്കെ ആൾക്കാർ കുറച്ച് ഒത്തിരി പേർക്ക് അറിയായിരുന്നു. എന്നിട്ട് മാഷോടെ വന്നിട്ട് ഒരു കട്ടിലും പിടിച്ച് കുമ്പളത്ത് നമ്മുടെ കായൽ വരുന്ന മാഷിൻ്റെ വീടും പരവൂര് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതെല്ലാം കായൽ എടുക്കുന്നില്ല. മാഷ് കുറേ നേരം ഇങ്ങനെ കായൽ പുറത്തൊക്കെ അതൊരു ശരിക്കും ഭാഗ്യമുള്ള സംഭവം തന്നെയാണ്. സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ അടുത്ത ഇടപഴകുമ്പോൾ അറിയാവുന്ന ചില സംഭവങ്ങളില്ല. ഇപ്പം ചന്ദ്രേട്ടൻ പി ചന്ദ്രകുമാർ, അദ്ദേഹത്തിന്റെ സഹോദരൻ ക്യാമറമാൻ സുഖുചേട്ടൻ സുകുമാർ, ഇൻഡിപെൻഡന്റ് ആദ്യമായിട്ട് ക്യാമറ ഞങ്ങൾ രണ്ടും കൂടെ ഒരു പടത്തിലാണ്. ഈ സാധ്യ തിരുനാൾ അല്ല ഈശ്വരമൂർത്തി സായികുമാറിനെ വെച്ചിട്ട് പ്രതിവട്ടം ചെയ്ത പടം. അപ്പോൾ അങ്ങനെ കുറേയധികം ആൾക്കാരുമായിട്ട് ഇപ്പോൾ നാടക രംഗത്തെ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ട് ഇത്തരം കലാബന്ധങ്ങളൊക്കെ ആ തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതാണ്. പിന്നീട് എന്താണ് ആ കലയുടെ വഴിയിൽ നിന്ന്? പിന്നെ അതിനെനിക്കൊരു ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയാലും ഇതൊരു ജീവശ്വാസമാണ് നമുക്ക്. നമ്മൾ ഡെയിലി കുളിക്കുന്നു, ബാക്കി കാര്യങ്ങൾ കിട്ടിയതിന് ശേഷമാണല്ലോ അതൊക്കെ ചെയ്തതിന് ശേഷമാണ്. പിന്നെ മുറത്തമ്പലം ജോലി കിട്ടപ്പോഴും പക്ഷെ എനിക്ക് സജീവമായിട്ട് പോകാൻ സമയം കിട്ടുന്നില്ല. വീട്ടിലെ കാര്യങ്ങളും വേറെ വീട്ടിലെ കാര്യമില്ല, കുഞ്ഞുങ്ങളുടെ പഠനവും മറ്റു കാര്യങ്ങളും. ദേവരാജ സംഗീത സഭ അതുണ്ട്, അതിപ്പോൾ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് 2 വർഷം നടത്തി, പിന്നെ ഇപ്പോൾ നടത്തുന്നില്ല. അതുപോലെ മാഷിൻ്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. മാഷിൻ്റെ ഇതുവരെയുള്ള പാട്ടുകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം എന്തോ ഇറക്കിയതായിട്ട്. അത് ജന്മദിന മാഷ് ചെയ്ത ഇതുവരെയുള്ള പാട്ടുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു അല്ല, അത് പ്രവർത്തിച്ചത് വേറെ സാധനമാണ്. മലയാള ചലച്ചിത്ര സംഗീതം 50 വർഷം. അതായത് മലയാള സിനിമയുടെ 50 വർഷം ആഘോഷിച്ചപ്പോൾ സംഗീതക്കാരെയും വലുതായിട്ട് വിളിച്ചില്ല. അപ്പോൾ മാഷ് ഒരു ദിവസം ഇങ്ങനെ അവിടെ സംസാരിച്ചിരുന്നു, പ്രദീപേ നമ്മളെ സംഗീതക്കാരെ ഇവരാരും വിളിച്ചില്ല, നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ശരി മാഷ്. അങ്ങനെ മാഷ് അഭയദേവ് സാറിൻ്റെ, അതായത് സീതയിലെ പാട്ടുപാടി ഉറക്കാക്കി എഴുതിയ വലിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. 1971 വരെയുള്ള സിനിമകളുടെ ഡീറ്റെയിൽസ്, അതായത് ആര് എഴുതി, ആര് പ്രൊഡ്യൂസ് ചെയ്തു, ഗായകരാര്, ഡയറക്ടറി, അത് മാഷിൻ്റെ കയ്യിൽ കൊണ്ടുതരാണ്. അതിന് മാഷ് ഒരു ഫോർമാറ്റ് ഇപ്പോഴും അത് കയ്യിൽ ആ പുസ്തകം ഉണ്ട് എൻ്റെ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് മാഷ് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി. ഞാൻ മാഷും കൂടെ ചെയ്തിട്ട് ഒരു പടത്തിൻ്റെ ഇറങ്ങിയ വർഷം, അതിൽ ആരൊക്കെ പാടി, അവൻ്റെ ക്യാമറാമാനായിട്ട് സംഗീത സംവിധാനം, വലിയ റെഫറൻസാണ്. അങ്ങനെ എഴുതുന്നതിന് ശേഷം ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ 71 വരെ ഉള്ളൂ. ബാക്കി ഞങ്ങൾ കളക്ട് ചെയ്യാണ് ചെയ്തത്. ഇത് 71 വരെ ബുക്കുന്നു. ബാക്കിയെല്ലാം ഓരോ പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുകയും അറിയാവുന്നതും പിന്നെ ഓരോ പാട്ടുകാരെ വിളിക്കുകയും, അതിൽ നമ്മുടെ കൊല്ലത്തുള്ള മധുസൂനൻ എന്ന് പറഞ്ഞ മധു ആയിരുന്നു. പിന്നെ അവസാനം മരിക്കുന്ന മാഷിൻ്റെ ഫുൾ സഹായം ശ്രീകുമാരൻ നമ്പി സാറിൻ്റെയൊക്കെ അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. മധു ഒരു A4 ആപ്പിൾ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മധു ആണ് പിന്നെ ബാക്കി എല്ലായിടത്തും കൂടെ പോകുന്നത്. മധു അങ്ങനെ ഞങ്ങൾക്ക് പരിചയം വന്നു, മാഷടുത്ത് പരിചയപ്പെടുന്നു. അതൊരു വലിയ സംഘമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ബിച്ചുവേട്ടൻ. അത് ഈ മാഷിന് 50 വർഷം അങ്ങനെയാണോ? അല്ല, മലയാള സിനിമയുടെ 50 വർഷ ചരിത്രം, സംഗീത 50 വർഷ ചരിത്രം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പുസ്തകമുണ്ട്, അങ്ങനെ നോക്കാം. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ദേവരാജ സംഗീത സഭ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം രൂപീകരിച്ചില്ല. അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് പാടാൻ കഴിവുള്ള ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്, പാടാൻ അറിഞ്ഞുകൂടാത്തവരുണ്ട്. അവർക്കും ഒരു സന്തോഷം. പിന്നെ എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ദേവരായ മാഷിൻ്റെ സംഗീതം എല്ലാവരുടെ അടുത്തും എത്തിക്കുക. മാഷിൻ്റെ സംഗീതം അതൊരു വലിയ ഡെപ്തായിട്ടുള്ള സാധനം. പിന്നെ അതിനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. യേശുദാസ് ഒരു ദിവസം പറഞ്ഞാണ്, ദേവരായ മാഷ് ജനിച്ചത് ഇവിടെ ആയിപ്പോയി, വല്ല യൂറോപ്പിൽ വല്ലതും ആയിരുന്നെങ്കിൽ ലോകം അറിയപ്പെടുന്നത് വെച്ചാൽ മാഷിൻ്റെ നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാനലിലെ മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, മോഹന രാഗത്തിൽ 30ഓളം പാട്ടുകൾ ഓരോന്നും വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തം. അതൊക്കെ ശരിക്കും അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് വേറെ ആർക്കും അങ്ങനെ ചെയ്യാനൊക്കില്ല. സ്വർഗോത്രി നവരാത്രി
അതുപോലെ മാഷിനൊപ്പമുള്ള യാത്രയിൽ പലപ്പോഴും റെക്കോർഡിങ്ങിനൊക്കെ പോകാനുള്ള ഉണ്ടായിട്ടുണ്ട്, ഗായകരുമായിട്ടൊക്കെ പരിചയപ്പെടാനും ഇന്നും അങ്ങനെ എന്തെങ്കിലും അവരുമായിട്ടൊക്കെ ബന്ധം സൂക്ഷിക്കും. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, സൗഹൃദം വിളിക്കാനും സംസാരിക്കാറുണ്ട്. പിന്നെ അതിലുപരി അതിനുശേഷം മാഷിൻ്റെ ഒരു നമ്മുടെ ദൂരദർശനിൽ, അപ്പോൾ ദൂരദർശനിൽ പുതിയൊരു ആനന്ദ് വർമ്മ എന്ന് പറഞ്ഞ പുള്ളിയായിട്ടായിരുന്നു അന്നത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. പിന്നെ ഒരു സംഗീത പരിപാടി ചെയ്ത് പ്രതിഭാ സംഗമം എന്ന് പറഞ്ഞു. അത് ക്ലാസിക്കൽ സംഗീതക്കാരാണ് എല്ലാം വന്നത്. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, ഹൈദരാബാദ് സിസ്റ്റേഴ്സ്, പിന്നെ കെ വി നാരായണസ്വാമി, എം ജി രാഷൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, ഇന്ത്യയിലെ വലിയ അറിയപ്പെടുന്ന സംഗീതം. അതിൻ്റെ അസിസ്റ്റ് ചെയ്ത ഞാനാണ് മാഷിൻ്റെ കൂടെ. അതിനുശേഷം വലിയ ആൾക്കാരെ കാണുമ്പോൾ എന്നെ വലിയ സ്നേഹമാണ്, മാഷിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതുപോലെ മാഷ് ദാസേട്ടനെ ഒത്തിരി ഗാനങ്ങൾ മാഷിൻ്റെ പാടിയിട്ടുണ്ട്, അവസരം ലഭിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ആർക്കെങ്കിലും ഒക്കെ മാഷ് അങ്ങനെ ഈ സുദീപേട്ടനൊക്കെ സുദീപിനെയൊക്കെ 2000 മാഷിൻ്റെ ഒരു സുദീപ്, പിന്നെ രശ്മി, ഡോക്ടർ രശ്മി, മിൻമിനി ഒന്നുമില്ല, ഡോക്ടർ രശ്മി, സുദീപ്, ജൂലി എന്ന് പറഞ്ഞു. ജൂലി ഇപ്പം സിസ്റ്ററായി. പിന്നെ നമ്മുടെ വേറൊരു പാട്ട് അവാർഡ് കിട്ടിയ ഒരു പാട്ട് വിധു പ്രതാപ്, പിന്നെ വിജേഷ് ഗോപാൽ. ഈ 5 പേരാണ് മാഷ് അടുത്ത നൂറ്റാണ്ടിലെ പാട്ടുകാരെന്ന് പറഞ്ഞു. എല്ലാവരും അപാര പാട്ടുകാരാണ്. വിജേഷ് ഇപ്പോഴും ക്ലാസിക്കൽ ഇങ്ങനെ പാടിക്കുന്നു. ആ സമയത്ത് മാഷിന്റെ ഫാമിലിയോടൊക്കെ അടുത്ത ബന്ധം, കുടുംബം, മാഷിന്റെ ഫാമിലി ആരെങ്കിലും എങ്ങനെ ഉണ്ട്? അമ്മയെ ഞാൻ ഇടയ്ക്ക് വിളിക്കും. ഞാൻ ഇടയ്ക്ക് ചെന്നൈയിലാണ്. ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് പോകും. ഇടയ്ക്ക് ഞാൻ പോയിരുന്നു. പിന്നെ 2 ദിവസം മുമ്പേയും വിളിച്ചിരുന്നു, അമ്മയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കും. അതുപോലെ നമ്മുടെ സൗഹൃദ വലയത്തിൽ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാഷ് മരിക്കുന്നത് മാർച്ച് 14-ാം തീയതിയാണ്. ജീവിതകാലം എന്നും ഓർക്കാൻ വേണ്ടി മാർച്ച് 14 എന്ന് പറഞ്ഞ ഡേറ്റിൽ പ്രദീപേട്ടനൊരു ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു. അതായത് എൻ്റെ മൂത്ത മകൾ 1990 മാർച്ച് 14-നാണ് ജനിക്കുന്നത്. അപ്പോൾ മാഷിൻ്റെ അടുത്ത് 2006 സംഭവിക്കുന്നു. മാഷുമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ, എൻ്റെ ഫാദറുമായിട്ടുള്ള കുടുംബ ബന്ധം, മാഷുള്ള ആൽബം ബന്ധം, അത് ആ മാർച്ച് 14 മാഷ് മരിക്കുന്നു. എൻ്റെ മകൾ മരിക്കുന്നതുവരെ മാഷ ഓർക്കാം. അത് അങ്ങനെ ഒരു സാധനം മാഷ് തന്നിട്ട് പോയി. മാഷിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ പ്രദീപേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും ഇഷ്ടമായിരിക്കും. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ മാഷിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ മാഷിൻ്റെ എല്ലാ പാട്ടുകളും പ്രദീപേട്ടന് ഇഷ്ടമായിരിക്കും. എങ്കിലും ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു 2 വരി: വെള്ളിക്കൂടക്കീഴേ അല്ലിക്കൂടക്കീഴേ പള്ളിയിൽ പോകും മേഘങ്ങളെ കുരിശുമായി കൂട്ടത്തിൽ നാണിച്ചു നിന്നൊരു യെരൂശലേം പുത്രിയെ കൊണ്ടുപോന്നു, ഞാൻ കൊണ്ടുപോന്നു. ഇത് നമ്മളൊരു ഒരു ബൈബിളിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ എത്തിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. മാഷിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് പ്രദീപേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്തൊരു പടം, സായികുമാറിനെയൊക്കെ വെച്ചിട്ട് ചെയ്തൊരു പടം ബോബി കൊട്ടാരക്കര ഉണ്ടായിരുന്നു, കണ്ടതാണ് യൂട്യൂബിലൊക്കെ, ഈശ്വരമൂർത്തി. ആ പടം എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അതിലേക്ക് വന്നത്? അതിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വാസേട്ടൻ്റെയും ശിവപ്രസാദിൻ്റെയും അവരുടെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസേട്ടൻ എന്ന് പറഞ്ഞ് പുള്ളി ഒരുപാട് അസോസിയേറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പുള്ളി ഒരു പടം ചെയ്യുന്നു. അല്ല, അത് ഇൻഡിപെൻഡൻ്റ് ചെയ്ത അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ പുള്ളി പറഞ്ഞു ഇത് പടം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് അവർ വേറെ ആരെയും വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് ഓൾറെഡി അവർ ഏറ്റവും റിലീസായി ഒരു ഒരാഴ്ച കാലഘട്ടം, അത് 91, 92 90-കളിലൊക്കെ അങ്ങനെ സിനിമ ചെയ്യാന്ന് വെച്ചാൽ അന്ന് ഞാനൊന്ന് 18 ലക്ഷത്തിന് ആ സിനിമ ചെയ്യുന്നത്. അന്ന സമയത്ത് 32 ഞാൻ യൂട്യൂബിൽ ആ പടം കണ്ടത് വളരെ നല്ല ഒരു ആ ഒരു കാലഘട്ടത്തിന്റെ. അത് പിന്നെ ഓർവ എന്ന് പറഞ്ഞ ഫിലിമല്ലായിരുന്നു. അപ്പം അത് ഓർവയുടെ ഏറ്റവും ഒരു ഉസ്താദ് സുഖുവാണ്. കാര്യം വെച്ചാൽ സുഖു തോമസ് മാഷ് പടത്തിന്റെ ക്യാമറ സുകുമാർ. അത് സുഖു ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്നത്. സുഖു ഉണ്ടായതുകൊണ്ടാണ് ഓർവയിൽ നമ്മൾ ചെയ്തത്. പൈസ പകുതി കുറയ്ക്കും പ്രൊഡ്യൂസർക്ക്. അത് അതിനുശേഷം എന്തുകൊണ്ടൊരു സിനിമ പിന്നീട് സിനിമ നമുക്ക് പല രീതിയിൽ സിനിമ ചെയ്യാം. നമ്മൾ ഒരു നല്ല പ്രൊഡ്യൂസർ വരിക, പിന്നെ നമ്മൾ പറയുന്ന കഥ കിട്ടുക. പിന്നെ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ റിസ്ക്കുള്ളൊരു ബിസിനസ്സായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അയാൾ വളരെ സൗണ്ടാണെങ്കിൽ മാത്രമേ എനിക്ക് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളൂ. അല്ലാതെ ഒരാൾ ഒന്നും ഇല്ലാത്ത ഒരാളിനെ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിരിക്കണം. നല്ല വൻപം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ പൈസ വെച്ച് സിനിമ ചെയ്യാവൂ എന്നുള്ളൊരു എത്തിക്സ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സിനിമ ചെയ്യാത്തത്. അതുപോലെ വീണ്ടും മാഷിൻ്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തലമുറകളിൽ ആരെങ്കിലും സംഗീതവും ഇല്ല, ആരും സംഗീതത്തിൽ വന്നില്ല. അവർക്ക് കഴിവുണ്ട്. മക്കൾ മൂത്ത മകൾ ഷർമിള ഓസ്ട്രേലിയയിലാണ്, രണ്ടാമത്തെ മകൻ രാജനന്ദ് ചെന്നൈയിലുണ്ട്. അപ്പോൾ മാഷ് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അത് പ്രദീപേ, എൻ്റെ മോൻ അവൻ മിടുക്കനാണ്, പക്ഷെ അവൻ വന്നിട്ട് ദേവരാജൻ്റെ മോനാണ് ഇങ്ങനെ ചെയ്യുന്നു,
എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. അതാണ് ദേവരാം മാഷ്. കാരണം വെച്ചാൽ ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മാഷിനൊപ്പം പ്രദീപേട്ടൻ്റെ സഹോദരൻ പ്രകാശ്, അദ്ദേഹം ഒത്തിരി വർഷം എൻ്റെ പോലെ തന്നെ ഒരുപാട് നാൾ മ്യൂസീഷ്യനായിട്ട് ഫുൾ ഒരുപാട് സീരിയലുകളുടെയും സിനിമയൊക്കെ ചെയ്തു. പിന്നെ അവൻ തന്നെ മാഷ് ചെയ്യേണ്ട ഈ ചിൽഡ്രൻസ് സോങ് ഉണ്ടല്ലേ, അത് മാഷ് അവനെ തന്നെയാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് നീ ചെയ്യുന്നു പറഞ്ഞു. അത് ആ പാട്ടിട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന്. അത് മാഷ് ഏൽപ്പിച്ചോണം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പറഞ്ഞത് ദേവരാം മാഷിലേക്ക് എത്തുന്നത് പപ്പ വഴിയാണ്. പപ്പ ഒരു സിനിമയിൽ അഭിനയിച്ചു, പാദമുദ്ര. പപ്പ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ആർ സുകുമാരൻ. അമ്പലമില്ലാതെ ഹാർമോണിയം വായിക്കുന്ന ഫാദർ ഞാൻ കേട്ടിട്ടുണ്ട്. ഫാദറിന്റെ വഴി പ്രദീപേട്ടനും പ്രകാശിനും ഒക്കെ പുതിയ തലമുറയിൽ അനുജന്റെ മകൻ കാർത്തിക്, അവൻ മ്യൂസീഷ്യനാണ്. അവന് യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നു. അവന്റെ വൈഫ് ആതിര, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയിലെ ആതിര. അത് അനിയന്റെ വൈഫ്, മകന്റെ വൈഫാണ്, റണ്ണറപ്പാണ്. സെക്രട്ടറിയായിട്ട് ജോലിയാണ്. എൻ്റെ മൂത്ത മകളുടെ കുഞ്ഞ് 1.25 വയസ്സുകൾ ഇപ്പോഴും ചക്രവർത്തിനിയൊക്കെ പാടും. അതായത് കൊച്ചുമകൾ അടിപൊളി. ഒരു പിയാനോ കീബോർഡ് വായിച്ച് അതിലാണ് ഇപ്പോൾ എപ്പോഴും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും 1 വയസ്സ് 3 മാസമായതേ ഉള്ളൂ. ഒരു ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും ഒരു 2 വരി പാട്ട്. അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? അഷ്ടമുടി കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ, ഇഷ്ടമാണോ? വീഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീലോൽപലമേ നീ മാത്രമെന്തിനുറങ്ങി പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം ഇവിടെയോരോ മാംസപുഷ്പവും ഇണയെ തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ അപ്പം ഇടയ്ക്ക് കലാജീവിതത്തിന്റെ ഒപ്പം തന്നെ ജോലി പ്രവേശന കേസ് പറഞ്ഞിരുന്നു. KCB-യിലായിരുന്നു സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോഴും സംഗീതവും കലയും അത് ഒരുമിച്ച് കൊണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്വാസമാണ്. നമ്മൾ ശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് കല എപ്പോഴും ഉണ്ടാകും. ഫാമിലി, ഭാര്യ, മക്കൾ. വൈഫ് പ്രിൻസിപ്പളായിരുന്നു ഹയർ സെക്കൻഡറിയിൽ. 2 മക്കൾ. അവർ മൂത്ത മോള് കാനഡയിൽ, ഇളയ മോളും കാനഡയിൽ. മൂത്ത മോള് പിയാനോയിൽ 3rd ഗ്രേഡ് പാസ്സായിട്ടുണ്ട്. വിവാഹിതയാണ്. മൂത്തമ്മയുടെ കുഞ്ഞിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. 1 വയസ്സ്. ഇളയ മകളും ഗിറ്റാർ പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക്കും പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഇടവേളയാണ്, വിശ്രമ ജീവിതമാണ്. അപ്പം അങ്ങനെ വിശ്രമം ഔദ്യോഗിക കലാരംഗത്ത് വീണ്ടും സജീവമായി കൂടെ അതാകാം. പക്ഷെ ഔദ്യോഗിക ജീവിതം നമ്മളങ്ങനെ നമുക്കൊരു ഏജ് ഒന്നും ഒരു പറഞ്ഞത് ഒഫീഷ്യലി റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു ടൈം, അതിനുശേഷം ആ ജോലിയിൽ നിന്ന് ഔദ്യോഗികമായ റിട്ടയർമെന്റ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്, തർക്കത്തിന് വേണ്ടിയിട്ടല്ല. അതിനുശേഷം താങ്കളെ വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു തിരിച്ചുവരവ് ഒരു സിനിമ പുതുതായിട്ട് ചെയ്യണമെന്നുണ്ട്. നല്ല മുരളീകൃഷ്ണ സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകുന്നൊരു അത്തരത്തിലൊരു നല്ല പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ഒത്തുവരട്ടെ. അങ്ങനെ സംവിധാനം ഉണ്ടാവട്ടെ. അങ്ങനെ സംവിധാന സംഭരത്തിനായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു.
തീർച്ചയായും കേരള പ്രൈം ടുഡേയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം നമുക്കൊപ്പം ചിലവഴിച്ച പ്രിയപ്പെട്ട പ്രദീപേട്ടന്, പ്രദീപ് ഗോമസിന് എല്ലാവിധ ആശംസകളും. കലാരംഗത്ത് ഇനിയും ധാരാളം വിമർശനങ്ങളുണ്ടാകട്ടെ. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡുകൾ കൃത്യമായി കാണുകയും ലൈക്കുകളും കമൻറ്റുകളും കൊണ്ട് ഈ എപ്പിസോഡിനെ കൂടുതൽ സജീവമാക്കണം. കേരള പ്രൈം ടുഡേയെ കൂടുതൽ ലൈവാക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുന്നു. താങ്ക് യു.